നമസ്കാരം. വിളകൾക്ക് മിനിമം താങ്ങുവില എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കർഷകർ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ സമരം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൽ മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്താണ് ഈ മിനിമം താങ്ങുവില, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കർഷകരുടെ ആവശ്യമൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾക്ക് മിനിമം തറവില നൽകാൻ 2 ലക്ഷം ചെലവാക്കിയാൽ മതി, എല്ലാ വർഷവും 2 ലക്ഷം കൂടി മാത്രം ചെലവാക്കിയാൽ മതി എന്ന് നിസ്സാരമായാണ് കർഷക നേതാവ് സർവൻ സിംഗ് പാന്തർ പറയുന്നത്. ഇങ്ങനെ ഒരു നിസ്സാരമായ തുക മാത്രമേ അതിന് വേണ്ടി വരുന്നുള്ളൂ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനോട് മുഖം തിരിക്കുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇത് അപ്രായോഗികമാണ് എന്ന് പലവട്ടം കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തു. കർഷക നേതാക്കൾ പറയുന്നത് മാത്രമാണോ സത്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചിലവ് കേന്ദ്ര സർക്കാരിന് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് മിനിമം തറവില പ്രഖ്യാപിച്ചാൽ സർക്കാരിന് വർഷം തോറും 10 ലക്ഷം കോടി രൂപയാണ് അധികമായി കണ്ടെത്തേണ്ടി വരിക. വെറുതെ വാഗ്ദാനം എടുത്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവരോട് വാഗ്ദാനം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ നിന്നൊക്കെ അനുനയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അത് നടപ്പിലാക്കുക എന്നുള്ളത് പ്രായോഗിക തലത്തിൽ സാധ്യമല്ല. 23 കാർഷിക വിളകൾക്ക് മിനിമം തറവില പ്രഖ്യാപിക്കുകയും അതിന് നിയമത്തിന്റെ പരിരക്ഷ നൽകുകയും ചെയ്താൽ അത് പല രീതികളിലുമുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് ക്രിസിൽ ഡയറക്ടർ പുഷാൻ ശർമ്മ ഉൾപ്പെടെയുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആദ്യത്തേത് ഖജനാവിനുണ്ടാകുന്ന താങ്ങാനാവാത്ത അധിക ചെലവിന്റെ ഭാരം തന്നെയാണ്. പൊതു കാർഷിക ചന്തകളിൽ തറവിലേക്കാൾ താഴ്ന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്ന വിളകൾ മാത്രമാണ് സർക്കാർ സംഭരിക്കുന്നതെങ്കിൽ പോലും വർഷം തോറും 6 ലക്ഷം കോടി രൂപയോളം ഇതിന് ചിലവായി വരുന്നുണ്ട്. മാത്രമല്ല, മിനിമം തറവിലയ്ക്ക് നിയമപരിരക്ഷ നൽകിയാൽ ഒരു സർക്കാരിനും പിന്നീട് അതിൽ നിന്നും ഒരു സാഹചര്യത്തിലും പിന്മാറാൻ സാധിക്കുകയുമില്ല. പ്രത്യേകിച്ചും കർഷകർക്ക് രാജ്യത്തുള്ള ശക്തി നമുക്ക് അറിയുകയും ചെയ്യാം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് കർഷകരുടെ എല്ലാ ആവശ്യവും കണ്ണടച്ച് സമ്മതിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ്. പക്ഷേ നിരുത്തരവാദപരമായ അത്തരം പ്രസ്താവനകൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നടത്താൻ എളുപ്പമാണ്. ഇത് പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ നിറയെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് എന്നത് കണക്ക് സഹിതമാണ് കേന്ദ്ര സർക്കാർ എടുത്തു പറയുന്നത്. എല്ലാ വർഷവും സർക്കാർ മിനിമം തറവില കാർഷിക വിളകൾക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്, അത് നൽകുന്നുമുണ്ട്. അത് നൽകി കേന്ദ്ര സർക്കാർ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കാർഷിക വിളകൾ കൂടുതലും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിലാണ് ശേഖരിക്കുന്നത് താനും. പക്ഷേ ഇത് പോരാ. അതിന് പകരം കാർഷിക വിളകൾക്കുള്ള മിനിമം തറവിലയ്ക്ക് നിയമപരിരക്ഷ നൽകണമെന്നും സ്വാമിനാഥൻ കമ്മീഷൻ പറയുന്നത് പോലെ തറവില നടപ്പിലാക്കണമെന്നതുമൊക്കെയാണ് സമരക്കാർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വെറുതെ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ കർഷക സമരം ഒരുപക്ഷെ തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചേക്കും. എന്നാൽ അങ്ങനെ വെറുതെ ഒരു വാഗ്ദാനം നൽകുന്നതിൽ അർത്ഥമില്ല. കാരണം അവർ ഉന്നയിക്കുന്ന ഓരോ ആവശ്യങ്ങളും ഖജനാവിന് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന വലിയ ബാധ്യതകളെ കുറിച്ചുള്ള കണക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.